ഹായ് ഓൾ, ഇറ്റ്സ് മീ ഗീതു. യു എയിലേക്ക് വിസിറ്റിന് വരുമ്പം ടോട്ടൽ എക്സ്പെൻസ് എത്ര ആവും എന്നടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി അത് ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യാമെന്ന്. സോ ഞാൻ യു എയിലെത്തിയത് April 8-നാണ്. അപ്പോൾ എൻ്റെ വിസയും ടിക്കറ്റും ഞാൻ ഒരു April 1 കൂടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ വരുന്ന ടൈമിൽ പെരുന്നാൾ കഴിയുന്ന ടൈമായിരുന്നു. അപ്പോഴത്തേക്കും ടിക്കറ്റ് ചാർജ് കുറച്ച് കൂടുതലായിരുന്നു. എനിക്ക് വിസ എടുത്തതിന് ഇന്ത്യൻ മണി ഒരു 10,000 സംതിങ് ആയിരുന്നു, 10,500 സംതിങ്. ആൻഡ് ടിക്കറ്റിന് ഓൾമോസ്റ്റ് 24,000 സംതിങ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വിസയും ടിക്കറ്റും കൂടെ ചേർത്ത് ടോട്ടൽ ഒരു 35 സംതിങ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ടിക്കറ്റ് ചാർജ് ഭയങ്കര കുറവുള്ള ടൈം നോക്കി എടുക്കാവുന്നതാണ്. കാരണം ഞാൻ വരുന്ന ടൈമിൽ ഡയറക്റ്റ് ദുബായ് ഫ്ലൈറ്റ് റേറ്റ് കൂടുതലായിരുന്നു, കാരണം പെരുന്നാളായതുകൊണ്ട് തന്നെ. പിന്നെ അടുത്ത് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ യു എ വന്നിട്ടുള്ള സ്റ്റേ ആണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു അപ്പാർട്ട്മെൻറ്റായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1,070 dirhams ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കിവിടെ ബെഡ് സ്പേസ് ആയിരിക്കും യു എയിൽ നമുക്ക് വിസിറ്റിന് വരുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 600, 650, 700 dirhamsനൊക്കെ നമുക്ക് ബെഡ് സ്പേസ് കിട്ടും. ഞാൻ നിന്നിട്ടുള്ളത് കരാമ സൈഡായിരുന്നു. പിന്നെ ഫുഡിൻ്റെ എക്സ്പെൻസ്, ഫുഡ് നമുക്കിപ്പം 3 times മെസ്സിന് 350 dirhams or 400, 350 to 400 ആ റേഞ്ചിന് 3 times ഉള്ള ഫുഡ് നമുക്ക് കിട്ടും. പിന്നെ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ട്രാവൽ എക്സ്പെൻസ് ആണ്. ട്രാവൽ എക്സ്പെൻസിന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത ഒരു 2 monthsലേക്ക് 300 to 350 dirhams ആയിരുന്നു. സോ ഇവിടെ വന്നതിന് ശേഷമുള്ളൊരു ടോട്ടൽ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബെഡ് സ്പേസിന് പെർ മന്തിലേക്ക് 650 to 700 ആ ഒരു റേഞ്ചിന് കിട്ടും. ദെൻ ഫുഡാണെങ്കിൽ മന്ത്ലി മെസ് 300 ആ ഒരു റേഞ്ച്. ദെൻ അതിനുശേഷം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് ഫോർ 1 monthലേക്ക് ഒരു 200 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫോർ 1 monthലേക്ക് നമുക്കൊരു മാക്സിമം 1,200 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് 1 monthലേക്ക് യു എയിൽ നിൽക്കാൻ പറ്റും. നമുക്ക് ബെഡ് സ്പേസ് അവൈലബിലിറ്റി ഒക്കെ എങ്ങനെ അറിയാമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡുബിസിൽ എന്ന് പറയുന്ന ആപ്പ് വഴി നമുക്ക് ബെഡ് സ്പേസ് ഒരു പാർട്ടീഷൻ ഒരു റൂം എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഏത് ലൊക്കേഷനാണ്, ഏത് ബഡ്ജറ്റിലാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അതിൽ തന്നെ നമുക്ക് കോൺടാക്ട് പേഴ്സണിൻ്റെ നമ്പർ ഉണ്ടാവും. ഒരു ആപ്പ് വഴി നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. സോ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഡുബിസിൽ വഴി സ്റ്റേ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് യു എയിലേക്ക് വരാൻ നോക്കുകയാണെങ്കിൽ മെസ്സിൻ്റെ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജാണ്. എനിക്കറിയാവുന്ന കുറച്ച് മെസ്സുകളുടെ കോൺടാക്ട് നമ്പേഴ്സ് ഞാൻ തരാം. ഇപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ആ ഒരു മെസ്സിൻ്റെ ഒരു എക്സ്പെൻസ് നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റും. ഇപ്പം എക്സ്പെൻസ് നമ്മൾ കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് എക്സ്ട്രാ ആയെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത്. അതെനിക്ക് ഓൾമോസ്റ്റ് ഒരു 550 dirhams ആയിട്ടുണ്ടായിരുന്നു. സോ നാട്ടിൽ നിന്ന് വരാതിരിക്കുന്നവരുണ്ടെങ്കിൽ മാക്സിമം സർട്ടിഫിക്കറ്റ് എല്ലാവരും നാട്ടിൽ നിന്ന് തന്നെ അറ്റസ്റ്റ് ചെയ്തിട്ട് വരിക. സോ ഇത്രയുമാണ് യു എയിലേക്കുള്ള ഒരു ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. ഇപ്പം നമ്മളിപ്പോൾ മാക്സിമം റേറ്റ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓക്കെ, ഈ ഒരു ബഡ്ജറ്റ് മേ ബി ഇതിലും കുറയ്ക്കാം. അപ്പം ഇത്രയുള്ളൂ ഗൈസ്. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനെപ്പറ്റി ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയുള്ളൂ ഗൈസ്. ടാറ്റ, ബൈ ബൈ.